15 ദിവസത്തിനകം ഗാസയിൽ വെടിനിർത്തൽ ഉണ്ടാകും എന്ന് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും പറഞ്ഞ് നാക്ക് വായിലേക്കിട്ടതേയുള്ളൂ. ഗാസയിലെ സ്ഥിതി നിയന്ത്രണാതീതമായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഗാസയിൽ എന്താണ് നടക്കുന്നത്? 15 ദിവസത്തിനകം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളം അന്ന് പറഞ്ഞതാണ് ഗാസയിൽ എന്തോ വലുത് സംഭവിക്കാനിരിക്കുന്നുവെന്ന്. ഇപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇസ്രായേൽ ആക്രമണം ഗാസയിൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 15 ദിവസത്തിനുള്ളിൽ 1000 പേരാണ് ഗാസയിൽ മരിച്ചു വീണത് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. പ്രധാനമായും ഇസ്രായേലിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുക എന്നുള്ളതാണ്. ഇങ്ങനെ 2-3 ദശലക്ഷം ആൾക്കാരാണ് ഇപ്പോൾ പട്ടിണി നേരിടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത് ഈ 2.3 ദശലക്ഷം ആൾക്കാരെയും പട്ടിണിയിലൂടെ കൊന്നു തള്ളാനാണ് ഇസ്രായേലിൻ്റെ പദ്ധതി എന്ന് തന്നെയാണ്. എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു വലിയ ലോകം കണ്ട ഒരു വലിയ കൂട്ടക്കൊലയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഗാസയിൽ ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. തിങ്കളാഴ്ച ഗാസയിലെ കഫേകൾ, സ്കൂളുകൾ, ഭക്ഷ്യവിതരണ കേന്ദ്രങ്ങൾ എന്നിവ ഇസ്രായേൽ ആക്രമിച്ചു. ഏകദേശം 94 പേർ കൊല്ലപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 15 ദിവസത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ 1000-ലധികം പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ആക്രമണങ്ങൾ ഗാസയിൽ താമസിക്കുന്ന 2.3 ദശലക്ഷം ആൾക്കാരെ പട്ടിണിയുടെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്. ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ പ്രകാരം 2023 ഒക്ടോബർ 7 മുതൽ ആക്രമണങ്ങളിൽ 56,500 പലസ്തീനികൾ മരിച്ചിട്ടുണ്ട്. ഗാസയിലെ വേദനയുടെയും ക്രൂരതയുടെയും അളവ് അസഹനീയമാണെന്ന് ഖാലിദ് ഖേരി പറയുന്നുണ്ട്. പലസ്തീനികൾ കൂട്ടത്തോടെ കൊന്നൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഗാസയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം 95 പേരാണ് കൊല്ലപ്പെട്ടത്. തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രായേൽ വലിയ രീതിയിലാണ് ആക്രമണം നടത്തിയത്. ഇതിൽ 39 പേർ ഒരു കഫയിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. തീരദേശത്തെ അൽ ബഖ കഫയ്ക്ക് സമീപമുള്ള ആക്രമണത്തിൽ 30 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഈ കഫയിൽ ഭക്ഷണം വിളമ്പിയിരുന്നില്ല, മറിച്ച് മൊബൈൽ ഫോൺ ചാർജിങ്ങിനും ഇന്റർനെറ്റ് കണക്ഷനും നൽകിയിരുന്നു. ഒരു പ്രാദേശിക പത്രപ്രവർത്തകനായിട്ടുള്ള ഇസ്മായിൽ അബു ഹത്താഫും കൊല്ലപ്പെട്ടു. ഒരു ഇസ്രായേലി യുദ്ധവിമാനമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെയാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ ആക്രമണം നടത്തിയത്. ടെന്റുകളിൽ അഭയം നേടിയ അഭയാർത്ഥികളെ അവർ ലക്ഷ്യം വെച്ചു. ടെന്റുകളിൽ മൃതദേഹം കൂമ്പാരമായി കാണപ്പെട്ടു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സൈത്തൂൺ പ്രദേശത്തെ ഒരു ഭക്ഷ്യവിതരണ ഗോഡൌണിൽ വ്യോമാക്രമണം നടന്നു. അവിടെ 13 പേർ കൊല്ലപ്പെട്ടു. ഇതിനു പുറമെ ഗാസ ജാഫ സ്കൂളുകളിലും ഒരു ബോംബ് വർഷം തന്നെ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വൈറ്റ് ഹൗസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാസയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെക്കുറിച്ചും ബന്ദികളെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച ശേഷം ഇസ്രായേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിലാണ് ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ കരാറിൽ എത്തുമെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യവും നിലവിൽ അവിടെ നടപ്പാകാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം വിലയിരുത്തുന്നത്. എന്തായാലും 15 ദിവസത്തിനുള്ളിൽ ഗാസ ഒരു വലിയ ശവപ്പറമ്പായി മാറും എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നത്. 2.3 ദശലക്ഷം ആൾക്കാരെയാണ് ഗാസയിൽ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഇസ്രായേലിൻ്റെ മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ അവിടെ ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.